എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരവേറ്റ വിശിഷ്ട സ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിനത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതമെന്നു പുരോഹിത നീ ഭരവേറ്റ വിശിഷ്ട സ്ഥാനം. കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധ മിഖായേൽ പരമോന്നതനും. അവരുടെ സാധകനാമം തന്നെ സത്യമീതല്ലോ. എത്ര സമുന്നതമെന്നു പുരോഹിത നീ ഭരവേറ്റ വിശിഷ്ട സ്ഥാനം. എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ. ദൈവികദൂതന്മാരണിയും പദവികൾ എത്ര സമുന്നതമെന്നു പുരോഹിത നീ ഭരവേറ്റ വിശിഷ്ട സ്ഥാനം. സുവിശേഷം പഠിക്കുക, ജീവിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക ഇവ പുരോഹിതൻ്റെ പ്രധാനപ്പെട്ട കടമകളിൽപ്പെട്ടതാണ്. സുവിശേഷം തന്നെയാണ് പുരോഹിതൻ്റെ ജീവിത നിയമവും. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിവന്യ പിതാക്കന്മാർ നവവൈദികർക്ക് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നിങ്ങൾ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിങ്ങളുടെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിങ്ങളുടെ ജീവിത നിയമവുമായിരിക്കട്ടെ. ആമേൻ. തുടർന്ന് വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേക കർമ്മമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വ്യക്തികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക പതിവായിരുന്നു. വൈദികൻ സഭാ സേവനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിവന്യ പിതാക്കന്മാർ ഇപ്പോൾ നവവൈദികരുടെ നെറ്റിയിലും കൈകളിലും വിശുദ്ധ മൂറോൻ കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോസഫ് എന്ന ജാക്സൺ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ.
തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ആന്റണി എന്ന ജീസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോണി എന്ന ലിൻസൺ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ദേവസി എന്ന ആൽവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ആന്റണി എന്ന ആൽബിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.